Now 30 marks sure questions from both micro and macroeconomics ആണ് ഇനി പറയാൻ പോകുന്നത്. ടോപ്പിക്സ് മാത്രമാണ് ഈ ടോപ്പിക്സ് മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ചു വെക്കുക, വിടാതെ പലപ്പോഴായിട്ടും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ 2 മാർക്ക്, ചിലപ്പോൾ അതിട്ടിട്ട് 5 മാർക്ക്, 5 മാർക്കിന് എടുത്ത് 4 മാർക്ക് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ടോപ്പിക്സ് നോക്കിക്കോളൂ ഏതൊക്കെയാണ്. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക യൂട്ടിലിറ്റി എന്താണെന്ന് കേട്ടോ. യൂട്ടിലിറ്റി എന്താണ്? 2 types of utility നമുക്കറിയാം. വി ഹാവ് കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. അതെന്താന്നൊക്കെ അങ്ങ് പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് ഇൻഡിഫറൻസ് കർവ് ആണ്. ഇപ്രാവശ്യം ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ മോഡലും ചോദിക്കാണ്ട് ഇൻഡിഫറൻസ് കർവ് എന്താണെന്നും അതിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസും കൂടിയായിരിക്കും ചിലപ്പോൾ ഡീൽ ചെയ്യുക കേട്ടോ. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആ 2 ടോപ്പിക്ക് വിടരുത്. പിന്നെ ഉള്ളത് ബഡ്ജറ്റ് ലൈനാണ്. ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ലൈന് പലപ്പോഴായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് അത് എസ് എ ക്വസ്റ്റ്യനിൽ കിടന്ന 5 മാർക്ക് 3 മാർക്കിനൊക്കെ വരാം. ബഡ്ജറ്റ് ലൈനിൻ്റെ എല്ലാം പഠിക്കണം. അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈന്, അതായത് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, ബഡ്ജറ്റ് ലൈന് ഡ്രോ ചെയ്യാൻ പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം പഠിച്ചു വയ്ക്കണം. ബഡ്ജറ്റ് ലൈൻ ഒരു സാധനം ബഡ്ജറ്റ് ലൈൻ വിടരുത്. കാരണം അത് 8 മാർക്കിന് എസ് എക്ക് ചോദിച്ചാലും എഴുതാനുള്ള സ്റ്റഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അടുത്താണ് സെൻട്രൽ പ്രോബ്ലംസ്. ഇപ്രാവശ്യം മോഡൽ എക്സാമിന് സെൻട്രൽ പ്രോബ്ലംസ് ഒരൊറ്റ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഇതായിരുന്നു. എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഒന്നും ചോദിച്ചില്ല. എന്താ ക്യാപിറ്റൽ ഇന്റൻസീവോ അങ്ങനെ എന്തോ അല്ലേ? അതാ ചോദിച്ചത്. അല്ലാതെ എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് എന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്കറിയാം വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലേ. 3 different types of സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടെന്നറിയാം. വാട്ട്, അതേപോലെ ഹൗ ആൻഡ് ഫോർ ഹൂം അല്ലേ. ഈ സെൻട്രൽ പ്രോബ്ലംസ് ഇത് ചോദിക്കാം 3 മാർക്കിന്. Now the next one is കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്. കോസ്റ്റ് കാൽക്കുലേഷനിൽ TFC അല്ലേ, AVC, AFC, ഓക്കെ, AFC, AAC, MC, TVC ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. കോസ്റ്റ് കാൽക്കുലേഷൻ മക്കളെ, ഇത് എസ് എ ക്വസ്റ്റ്യനോ എവിടെയെങ്കിലും കയറി വരും. ഇത് ഒഴിവാക്കരുത്. എല്ലാ പ്രോബ്ലംസ് ഫോർമുലാസും ഇതിനെ പഠിച്ചിട്ട് പോകണം കേട്ടോ. TC എല്ലാം ഉണ്ടാവും. ഓക്കെ, now the next one is long run and short run cost ആണ്. അതാണ് ലോങ് റൺ കോസ്റ്റ് ഫോർ ഷോർട്ട് പീരിയഡ് ആണ്. ലോങ് റൺ ലോങ് പീരിയഡ്, ഷോർട്ട് റൺ കോസ്റ്റ്. നമുക്ക് ഷോർട്ട് റൺ കോസ്റ്റ് ആണ് നമ്മുടെ ഏതൊക്കെ നമ്മുടെ TVC, AVC, AFC എന്നൊക്കെ പറയണതില്ലേ, ഇതൊക്കെ നമ്മുടെ ഷോർട്ട് റൺ കോസ്റ്റുകളാണ്. ഇവിടെ നമുക്ക് 2 ഉള്ളൂ. ദാറ്റ് ഈസ് LRAC ആൻഡ് LRMC. ദൈവം സഹായിച്ചു ഇത് 2 മാത്രമേ നമുക്ക് എന്തുള്ളൂ ലോങ് റൺ കോസ്റ്റ് ഉള്ളൂ. അത് പഠിച്ചു വെക്കണം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു മോഡലിന്. പക്ഷെ അപ്പോൾ അത് പറയാൻ കഴിയില്ല. ഇനി വേറെ വല്ലയിടത്തേക്ക് എടുത്തിട്ടോ എന്നറിയില്ല. ചിലപ്പോൾ 2 മാർക്കിലേക്ക് ചുരുങ്ങാം. എനി 2 ഫീച്ചേഴ്സ് ആയിരിക്കും. നമുക്ക് 8 6 എത്രയോ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് പഠിക്കണം. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്നുള്ള there is no selling cost, there is no advertisement cost, there is a freedom of entry and exit, producer is a firm is a price taker not a maker എന്നൊക്കെ പറയുന്നല്ലേ. അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. Now comes short run and long run profit maximization. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. 2 ഡയഗ്രാം, ഷോർട്ട് റണ്ണിന് ഡയഗ്രാം, ലോങ് റണ്ണിന് വേറൊരു ഡയഗ്രാം. ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിന്റെ 3 കണ്ടീഷൻസും പഠിക്കുക. 3 കണ്ടീഷൻസ് നമുക്കറിയാം ഏതൊക്കെയാ. പ്രൈസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? പ്രൈസ് ഇസ് ഈക്വൽ ടു MC ആയിരിക്കണം. പിന്നെ അടുത്തത് MC ഷുഡ് ബി നോൺ ഡിക്രീസിങ് ആയിരിക്കണം. അങ്ങനെയല്ലേ? should not be non decreasing. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് എഴുതി വെച്ചാൽ തന്നെ മക്കളെ ഡിക്രീസിങ്. ഓക്കെ, 3 മാർക്കായി. അതേപോലെ ലോങ് റണ്ണിൽ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC ആയിരിക്കണം. ഓക്കെ, ഷോർട്ട് റണ്ണിൽ ലോങ് റണ്ണിൽ എന്തായിരിക്കണം? പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? AC ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ എഴുതിയാൽ തന്നെ 3 മാർക്കായി. അടുത്തത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. നമുക്ക് 3 മെത്തേഡ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഏതൊക്കെയാ? പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മെത്തേഡ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് ഇൻകം മെത്തേഡ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 മെത്തേഡും അതിന്റെ കാൽക്കുലേഷൻ ശരിക്കും പഠിച്ചു വെച്ചോളുക. ഇത് എസ് എ ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ട്. ഇത് പഠിക്കാതെ നിങ്ങൾ പോവരുത് എക്സാമിന്. കാരണം എവിടെയെങ്കിലും ഇത് കയറി ചോദിക്കും കേട്ടോ. Now the next one, functions of RBI. Yes, അതാണ് നമ്മുടെ എസ് എ ക്വസ്റ്റ്യന് തട്ടിപ്പും തരികിടിയായിട്ട് വരുന്ന ഫങ്ഷൻസ് ഓഫ് RBI ആണ്. അതായത് നാഷണൽ കറൻസി, അതായത് കറൻസി നോട്ട് ഇഷ്യൂ ഉണ്ട്, ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ഗവൺമെന്റ് അഡ്വൈസർ ആണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, നാഷണൽ ക്ലിയറിംഗ് ഏജൻസി ആണ്, പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ്. അങ്ങനെ 6 8 9 ഫങ്ഷൻസ് ഉണ്ട്. അത് നിരത്തി പഠിക്കുക കേട്ടോ. അടുത്തതാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് മണി സപ്ലൈ. അതിൽ മക്കൾ ബാങ്ക് റേറ്റ് തൊട്ടങ്ങ് തുടങ്ങണം. ബാങ്ക് റേറ്റ് ഉണ്ട്, CRR ഉണ്ട്, അതേപോലെ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, അതേപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലേ. ഇത് 4 പഠിക്കണം. ഇത് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇത് പരീക്ഷയ്ക്ക് ഇപ്രാവശ്യം മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഒരു ടേബിളൊക്കെ തന്നിട്ടായിരുന്നു, അതുകൊണ്ട് രസമുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഇത് അതേപോലെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സും പഠിക്കണം. 2 സെപ്പറേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഓക്കെ, ഫിനിഷ്ഡ്.